ഹായ് ലേണേഴ്സ്, ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കോമേഴ്സിന്റെ കോർ ഏരിയ ഡിസ്കഷൻ സീരീസിലെ 5ാമത്തെ യൂണിറ്റ് ആണ്. അതായത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്. നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള യൂണിറ്റ് ആണ്. അതായത് ഇവിടെ ഈ റിസർച്ച് മെത്തേഡ്സിലോട്ട് വരുമ്പം ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് പേപ്പർ അല്ലേ, നമ്മുടെ ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ എന്തായാലും റിസർച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിസർച്ചിനെ പറ്റി പഠിക്കുന്ന ഏകദേശം അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പേപ്പറിൽ പഠിച്ചത് തന്നെ നമുക്ക് ഇവിടെയും ഹെൽപ്ഫുൾ ആയിട്ട് വരും. പിന്നെ നമുക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മെഷർമെന്റ്സും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ആ കാൽക്കുലേഷൻ രീതിയിൽ തന്നെ ഈ യൂണിറ്റിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കിതിനെയും രണ്ട് പാർട്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം അല്ലേ. ഏതൊക്കെയാണ്? ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്, റിസർച്ച് മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളാണ് എക്സാമിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് നോക്കുമ്പം ആദ്യം തന്നെ എന്താ, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു +2 തൊട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇപ്പം നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീനും മീഡിയനും മോഡും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻസ് ഉൾപ്പെടെ, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും അതെല്ലാം നമ്മൾ ഡിഗ്രിയിലും പഠിച്ചിട്ടുണ്ട്. +2 തൊട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ മീഡിയൻ മോഡും അതിൻ്റെ ഇക്വേഷൻസും, കുറച്ച് ഇക്വേഷൻസ് കൂടുതലായിട്ട് വരുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മളുടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻസും നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. എല്ലാ വട്ടവും എക്സാമിന് ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് മീൻ മീഡിയൻ മോഡ്, അതായത് സെൻട്രൽ ടെൻഡൻസി പഠിക്കണം. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കി വെച്ചിരിക്കണം. അതുപോലെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. കോറിലേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒക്കെ വെച്ച് പഠിച്ചതാണല്ലേ. അപ്പോൾ ഈ കോറിലേഷനും റിഗ്രഷനും നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കണം. അതുപോലെ നെക്സ്റ്റ് നിങ്ങൾ പ്രോബബിലിറ്റി, അതായത് അപ്രോച്ചസ് ടു പ്രോബബിലിറ്റിയിൽ ബേസ് തിയറത്തെ പറ്റിയിട്ട് ഒന്ന് പഠിച്ചു വെക്കണം. എന്താണ് ബേസ് തിയറം? അപ്പോൾ ഈ പ്രോബബിലിറ്റി അപ്രോച്ച് ആണല്ലേ. പ്രോബബിലിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ബേസ് തിയറത്തെ പറ്റിയിട്ടൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. പിന്നെ നമുക്കുള്ളത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അവിടെ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയ്സൺ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ എല്ലാ വട്ടവും റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉൾപ്പെടെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെയും പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെയും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സും ഡിഫറൻസസും ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചോണം. കാരണം എക്സാമിന് ഈ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ ഒരു ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഒന്ന് ഓവറോൾ കവർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, ഇനി നമുക്ക് റിസർച്ചിലോട്ട് നോക്കാം അല്ലേ. നെക്സ്റ്റ് പോർഷൻ ആണ് റിസർച്ച്. റിസർച്ചിലെന്ന് പറയുമ്പം നിങ്ങൾക്ക് അധികം എക്സ്പ്ലനേഷൻസ് ആവശ്യം കാണില്ല. ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് പേപ്പറിൽ പഠിച്ചതാണ്. ഇപ്പോൾ റിസർച്ചിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ നോക്കണം? ടൈപ്സ് ഓഫ് റിസർച്ച്. ടൈപ്സ് ഓഫ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എക്സ്പെരിമെന്റൽ റിസർച്ചും എംപിരിക്കൽ റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും, ഇതെല്ലാം ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഒരുപാട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ടൈപ്സ് ഒക്കെ പ്രോപ്പറായിട്ട് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോകണം. അപ്പോൾ ഓരോ ടൈപ്പും എങ്ങനെയാണ് ആ റിസർച്ച് നടത്തുന്നത്, അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വേണം അവിടെ പോകാൻ. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഇന്ന് സെക്കൻഡ് പേപ്പറിൽ മാത്രമല്ല ഫസ്റ്റ് പേപ്പറിലും ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ. നമുക്ക് ഫസ്റ്റ് പേപ്പറിലും ഉണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ചിനകത്തും നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ച് പഠിക്കാനുണ്ട്. പിന്നെ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സും ഇമ്പോർട്ടൻ്റ് ആട്ടോ. അവിടെ സാമ്പിളിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പം നമുക്ക് പല മെത്തേഡ്സ് അറിയാമല്ലോ. പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വരുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഇപ്പം സ്നോബോൾ സാമ്പിളിങ്ങും ക്ലസ്റ്റർ സാമ്പിളിങ്ങും റാൻഡം സാമ്പിളിങ്ങും ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ടൈപ്സ് ഓഫ് സാമ്പിളിങ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. എന്തായാലും അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ചോദിക്കാതിരിക്കില്ല. ദെൻ സെൻട്രൽ ലിമിറ്റ് തിയറം, സ്റ്റാൻഡേർഡ് എറേഴ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻസ്. സെൻട്രൽ ലിമിറ്റ് തിയറത്തെ പറ്റിയിട്ടും സ്റ്റാൻഡേർഡ് എറേഴ്സിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ ഹൈപ്പോത്തസിസിലോട്ട് വരാം അല്ലേ. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് പല ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Z ടെസ്റ്റ് ഉണ്ട്, T ടെസ്റ്റ് ഉണ്ട്, പിന്നെ അനോവ ഉണ്ട്, Chi-square ടെസ്റ്റ്, മാൻ വിറ്റ്നി ടെസ്റ്റ്, അതിനെ തന്നെ U ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. ദെൻ ക്രുസ്കൽ വാലിസ് ടെസ്റ്റ്, H ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകൾ, ഹൈപ്പോത്തസിസ് ടെസ്റ്റുകളെ പറ്റിയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചോണം. അതിൽ എന്തായാലും ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്. ഈ Z ടെസ്റ്റും T ടെസ്റ്റും അനോവയും ഒക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്.
പിന്നെ ലാസ്റ്റ് വൺ റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റിംഗ് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് പേപ്പറിലും പഠിക്കുന്നുണ്ട്. റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ എസെൻഷ്യൽസും ഏതൊക്കെ രീതിയിലാണ്, ഇപ്പോൾ റിപ്പോർട്ട് റൈറ്റിങ്ങിനെ പറ്റിയിട്ടും നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് നമ്മളുടെ 5th യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ 5th യൂണിറ്റ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുവിധമൊക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റ്, അതായത് 6th യൂണിറ്റ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.